ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ദേവൂസ് ക്രിയേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അയല മുളകിട്ട കറിയാണ്. നല്ല സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ, കുഴച്ച കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ 2 അയില ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഇത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുറച്ച് കറിവേപ്പിലയുടെ ചെടിയാട്ടോ. അപ്പോൾ ഇത് ചട്ടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് സ്ഥിരം നമ്മൾ കറിക്ക് കറിവേപ്പില എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. ഇപ്പോൾ ഒരു ഒത്തിരി വർഷങ്ങളായി ചെടി കറിവേപ്പില നമ്മൾ നട്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് സ്ഥിരം എടുത്തുകൊണ്ടിരിക്കുന്നത്. ചെടിച്ചട്ടിയിലാണ് ഇത് നട്ടേക്കുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കറിവേപ്പില എന്ന് പറയുമ്പോൾ അത്രയും കാര്യമായിട്ട് തോന്നത്തില്ല, കാരണം നമുക്ക് മരമായിട്ടും ചെടിയായിട്ടും ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഒമാനിലായത് കൊണ്ട് കുഞ്ഞു ചട്ടിയിൽ വെച്ചേക്കുന്ന കറിവേപ്പില. അപ്പോൾ ഞാൻ ഇതിന് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചതച്ചെടുക്കണം. പിന്നെ ഞാൻ 4 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ നന്നായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഈ പച്ചമുളകും ഇഞ്ചി എല്ലാം ചതച്ച് നന്നായി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യമുള്ള മുളക് പൊടി 4 സ്പൂൺ മുളക് പൊടി വേണം. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചേക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് ഇപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. ചില സ്ഥലത്തൊന്നും കടുക് ഇടില്ല. അപ്പോൾ കടുക് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി. ഞങ്ങൾ ജസ്റ്റ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തുണ്ടം വറ്റൽമുളക് ഇട്ട് കൊടുത്തേക്കുവാണ്. എന്നിട്ട് ഫസ്റ്റ് ഇഞ്ചി ചതച്ചത് ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിലാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ബാക്കി ചതച്ച് വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും, കരിഞ്ഞു പോയില്ല. അപ്പോൾ നമ്മുടെ സ്വന്തം കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. ഫ്രഷ് കറിവേപ്പില, അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ എല്ലാം വഴന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 1/2 സ്പൂണ് ഉലുവ പൊടിച്ചതാണ്. ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. കുറച്ച് കറിക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ നല്ലതാണ് ഈ ഉലുവ വറുത്ത് പൊടിക്കുന്നത്. ഇനി നമുക്ക് ആ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 4 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. നമ്മൾ മുളകിട്ട് വെക്കുമ്പോൾ 4 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവൊന്നും തോന്നത്തില്ല. മുളകിട്ട് പിടിക്കുമ്പോൾ പുളിയും അങ്ങനെ എല്ലാം കൂടി മീനൊക്കെ പിടിക്കുമ്പോൾ ആ എരിവെല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അധികം എരിവൊന്നും വരില്ല, കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ എല്ലാവരെയും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, തീ എപ്പോഴും കുറച്ച് ഒഴിച്ചിട്ടാണ് മീൻ കറിക്കൊക്കെ മസാല ഇതാക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകുമ്പോൾ കരിഞ്ഞൊരു ചുവ വരും. അതുപോലെ തന്നെ പച്ചമണം പോവുകയും ചെയ്യണം. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് തീ കുറച്ച്, ചിലപ്പോൾ ചട്ടിയിലോട്ടൊക്കെ പെട്ടെന്ന് ചൂട് കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ തീ നന്നായി കുറച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല മൂത്ത സ്മെല്ല് വരുന്ന തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളം 1 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് മീൻ കറിയിൽ.
2 ദിവസമൊക്കെ മീൻകറി ഇരുന്ന് കഴിയുമ്പോൾ പിറ്റേ ദിവസത്തേക്കൊക്കെ മീൻകറി ഇപ്പോൾ ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ തന്നെ പെട്ടെന്ന് അഴുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അത് ബെറ്റർ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നല്ലത്. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കാം. ബാക്കി വെള്ളം കൂടി ഒഴിച്ച് ചാറിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം ഏകദേശം കറക്റ്റ് പാകമായിട്ടുണ്ട്. നമ്മൾ കഴുകി നന്നായി ഞെരടി അതിൻ്റെ ഇതെല്ലാം കളഞ്ഞ പുളിയാണ്. പുളി വെള്ളമായിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഒരു കാലിൽ ചുവ വരാൻ ചാൻസ് ഉണ്ട് പുളിയുടെ. ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നന്നായി കഴുകിയിട്ട് അത് പിഴിഞ്ഞ് അതിലോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ചാറനുസരിച്ച് കറക്റ്റ് പാകത്തിന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഴുകി നന്നായി വെച്ച് മീൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിളച്ച് കഴിഞ്ഞുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനെല്ലാം നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല വലിയ അയലയാണ്, നല്ല ടേസ്റ്റുള്ള അയലയാണ്. എല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ വലിയ 2 അയില ഞാൻ എടുത്തേക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഈ മീൻ ശരിക്കും ഒരു 20-25 മിനിറ്റ് വേവുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കറിയൊക്കെ വേവിക്കാൻ. തിളച്ചൊക്കെ തുടങ്ങി. ഇപ്പോൾ നല്ലോണം വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഫിഷ് പകുതി മുക്കാലോളം വെന്തിരിക്കുന്നുണ്ട് മീൻ. ഏകദേശം മീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സ്മെല്ലൊക്കെ നല്ലോണം വരുന്നുണ്ട് കേട്ടോ. നല്ല കുറുകി തുടങ്ങി. അധികം ചാറ് നീണ്ടു കിടക്കുന്ന ടൈപ്പല്ല, നല്ല കുറുകിയിരിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതാ മീൻകറി ഏകദേശം റെഡിയായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ അപ്പോൾ നമുക്ക് തീ നല്ലോണം കുറച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 1 സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാം അവിടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഓക്കെ, എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കറിവേപ്പില 2 തണ്ട് ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇല്ലാത്ത പരിപാടിയില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കറിയിലെല്ലാം കറിവേപ്പില ഇടാൻ. അപ്പോൾ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചൂടൻ മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല കുടംപുളി ഇട്ട നല്ല മുളകിട്ട മീൻകറി നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല കപ്പയുടെ കൂടെയോ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.